സമീപൻ. അടുത്തതായിട്ട് ഡോക്ടർ പി രവിചന്ദ്രൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ജീരാനന്ദ, ഡോക്ടർ ബാബി ഗോവിനേനി, ഡോക്ടർ നരേന്ദ്ര നായിക്, പ്രിയപ്പെട്ട, ഇത് രണ്ടാം തവണയാണ് ഞാൻ സയൻസ് ഫെസ്റ്റിന്റെ ആനിവേഴ്സറിയിൽ പങ്കെടുക്കുന്നത്. സയൻസ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ശാസ്ത്രമാണ് അതിന്റെ ഫോക്കസ്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം എടുക്കാം. ഒന്ന്, ശാസ്ത്രം എന്നാൽ വെളിച്ചം എന്നാണ് അർത്ഥം. ഈ വെളിച്ചത്തെ നിർവചിക്കുന്ന കാര്യത്തിൽ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് വല്ലാത്ത പല അപാകതകളും പല വീഴ്ചകളും നമ്മുടെ ഭാഗത്തുനിന്നാണ്. അതിൽ 3 കാര്യങ്ങൾ മാത്രം ഈ ഒരു സത്യത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താം. ഒന്ന് എന്ന് പറയുന്നത്, റിച്ചർഡ് ഡോക്കിൻസ് ഒരിക്കലും ഒരു സദസ്സിൽ വെച്ച് പറയുകയുണ്ടായി, തെളിവുകളെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവന്നിട്ട് അതിന്റെ തെളിവ് നിരത്തിയിട്ട് ആ തെളിവുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളത് വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ആർക്കും സാധിക്കും, തെളിവില്ലാതെ വിശ്വസിക്കണം. അതാണ് ശരിക്കും അസാധ്യം, അതാണ് ശരിക്കുമുള്ള കഴിവ്. മറ്റേത് വളരെ സാധാരണ മനുഷ്യർക്കുള്ളൊരു കഴിവ് മാത്രമാണ്. തെളിവില്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള ശേഷി നേടിയെടുക്കുന്നത് ഒരു വലിയ കാര്യമായി കാണുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരികയാണ്. ഇതിന് സമൂഹത്തെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ ഭൗതികവാദികളും ആത്മീയവാദികളെന്നോ അല്ലെങ്കിൽ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ തിരിക്കുന്നു. വിശ്വാസികളെ കുറിച്ച് എനിക്കിവിടെ നിന്നുകൊണ്ട് വാദം സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ അവിശ്വാസികൾ അല്ലെങ്കിൽ ഭൗതികവാദികൾ അല്ലെങ്കിൽ ശാസ്ത്രബോധമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട്. നമ്മുടെ അടുത്ത് എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നിൽക്കുക, വളരെ കോംപ്ലിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ വിക്കിപീഡിയയിലേക്ക് അറിയാം, 63 രാജ്യങ്ങളിൽ നിരോധിച്ചു, കാസർഗോഡ് ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, രാഷ്ട്രീയപരമായിട്ട് പലരും അത് ചൂഷണം ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ജില്ലയില് 2 ചെറുപ്പക്കാര് സൈക്കിളിൽ എൻഡോസൾഫാനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാസർഗോഡോട്ട് പോകും. നമ്മൾ ഓൾറെഡി അത് നിരോധിച്ചു. നമ്മുടെ ശാസ്ത്ര സമൂഹം അല്ലെങ്കിൽ നമ്മളുടെ ചിന്തിക്കുന്നവരുടെ സമൂഹം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു ശാസ്ത്രീയമല്ലാത്ത ഒരു നിലപാടിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത്. എൻഡോസൾഫാനാണ് കാസർഗോഡ് ജനിതക വൈകല്യങ്ങൾക്ക് കാരണം എന്ന് പൂർണ്ണമായും 1-to-1 റിലേഷനായി, അതായത് എൻഡോസൾഫാനിലെ ഇന്ന ഘടകങ്ങൾ ഇന്ന ജനിതക വൈകല്യങ്ങൾ ഇന്ന കാരണത്താൽ ഉണ്ടാക്കുന്നു എന്ന് കൃത്യമായി വിശദമാക്കുന്ന ഒരു പഠനം നമ്മുടെ മുന്നിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനങ്ങളുണ്ട്, പ്രചരണങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ചൊരു പഠനത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും നമ്മളിവിടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ പഠനം ഇത്തരത്തിലുള്ള ഒരു പഠനങ്ങൾ ഈ പാടില്ല. എൻഡോസൾഫാനെ നിരോധിക്കുക, ഈവൻ എൻഡോസൾഫാനെ നിരോധിച്ചുകൊണ്ടെങ്കിൽ ഒരു പഠനം നടത്തിക്കൂടെ? നടത്താതിരുന്നാൽ എന്താണ്? കാസർഗോഡ് ജനങ്ങളുടെ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾക്ക് മാറ്റിക്കിട്ടേണ്ടത്. അതായത് എൻഡോസൾഫാനെ നിരോധിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു ഭരണാധികാരി കേന്ദ്രമന്ത്രി എന്ന കേസാണ്. പക്ഷെ റിയൽ ഇഷ്യൂ എന്ന് പറയുന്നത് കാസർഗോഡ് ജനങ്ങളുടെ ദുരിതം മാറ്റി. അത് എൻഡോസൾഫാൻ കൊണ്ടുണ്ടാകുന്ന ദുരിതമാണെങ്കിൽ മാത്രമേ എൻഡോസൾഫാൻ മാറ്റിവെച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഇനി എൻഡോസൾഫാൻ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് നമ്മൾ അറിയാതെ എൻഡോസൾഫാനെ മാത്രം തല്ലി ഈ പ്രശ്നം ഒതുക്കാനാവില്ല. എൻഡോസൾഫാൻ നിരോധിച്ചുകൊണ്ടെങ്കിലും ഒരു പഠനം നമ്മൾ നടത്തില്ല. പക്ഷെ പഠനം എന്ന് കേൾക്കുമ്പോഴേ പൊതുസമൂഹം വല്ലാതെ വയസ്സാണ്. ഇനി പഠനങ്ങളേ വേണ്ട. ഇത് പറയുന്നവരൊക്കെ എൻഡോസൾഫാന്റെ മാസപ്പടി പറ്റുന്നവരോ അല്ലെങ്കിൽ അവരെ പിന്നുള്ളവരോ ഒന്നല്ല. നമ്മൾ നോക്കുമ്പോൾ ബേസിക്കായിട്ട് വരുന്നൊരു കേസാണ്. ആ ജനതയെ രക്ഷിക്കണമെങ്കിൽ ഇനി എൻഡോസൾഫാൻ അല്ല, അല്ലെങ്കിൽ എൻഡോസൾഫാന്റെ
പ്രഭാവമല്ല പ്രധാന കാരണം എന്ന് വന്നാൽ നമ്മൾ ശരിക്കും ആ ജനതയെ ശിക്ഷിക്കുകയാണ്. കാര്യം യു ആർ ആക്ച്വലി സൈറ്റിംഗ് എ ഫോൾസ് റീസൺ. തെറ്റായ ഒരു കാരണം നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല, നമ്മൾ ഒളിച്ചോടുകയാണ്. ഒരു സമൂഹത്തിന് മൊത്തത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് ഒരു എന്താ പറയുക ഒരു കാർക്കറ്റിലേക്ക് പോകാൻ സാധിക്കും. എന്തോ സംസ്ഥാനം നിരോധിക്കുക, അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് സഹായം കൊടുക്കുക, ഒപ്പം 1-to-1 റിലേഷൻ എന്തോ സൽമാനിലെ ഇന്ന ഘടകങ്ങൾ ഇന്ന ജനിതക പ്രവർത്തനങ്ങൾ ഇന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് നമ്മൾ വെറുതെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മളുടെ ഒരു ശാസ്ത്ര സമൂഹത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അതായത് പഠനങ്ങൾ ഉണ്ടാവണം, തെളിവുകൾ കൃത്യമായി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഇനി പഠനങ്ങളെ വേണ്ട എന്നുള്ളൊരു സമീപനം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ശാസ്ത്ര കഥകൾ അല്ലെങ്കിൽ സയൻസ് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു ഭാഗം. അതായത് നമ്മൾ ഒരു ശാസ്ത്രത്തിൽ കഥകളുണ്ട്, മതത്തിൽ കഥകളുണ്ട്. ഇപ്പൊ ഗലീലിയോയും ന്യൂട്ടന്റെയൊക്കെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൻ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് തോട്ടത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് തലേ ഒരു ആപ്പിള് വന്ന് വീണുന്നു. എന്തുകൊണ്ട് ഈ ആപ്പിള് താഴത്ത് വീഴുന്നു, നേരോട്ട് കൊണ്ട് പോകുന്നില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ആ ഒരു ചിന്ത അദ്ദേഹത്തെ ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ പഠിക്കാറുണ്ട്. ഇതേ കണക്ക് സമാനമായ ഒരു കഥയാണ് ഗലീലിയോ പീസാ ഗോപുരത്തിന്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് ഭാരമുള്ള ഒരു വസ്തു, ഭാരം കുറഞ്ഞ ഒരു വസ്തു ഒരേ സമയം താഴെട്ടിട്ട് അത് രണ്ടും ഒരേ സമയം താഴെ വീഴുകയും അങ്ങനെ ഇത് ഒരേ സമയം താഴെ എത്തും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുകയും ചെയ്തു. ഇതില് രസം എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മുടെ പാഠപുസ്തകങ്ങളുടെ ഭാഗമാണ്, നമ്മുടെ സയൻസ് ഡിസ്കോഴ്സിന്റെ ഭാഗമാണ്. ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഗലീലിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗലീലിയോ ഇങ്ങനെ ചെയ്തതായിട്ട് ഗലീലിയോ എന്നും പറഞ്ഞിട്ടില്ല. ഗലീലിയോയുടെ ജീവിത ചരിത്രത്തിലും ഇങ്ങനെയില്ല. ഗലീലിയോയുടെ കാലത്തെക്കുറിച്ച് എഴുതപ്പെട്ട ശാസ്ത്ര ചരിത്രത്തിലും ഇങ്ങനെ ഒരു സംഭവം നന്നായിട്ട് പറയുന്നില്ല. പീസാ ഗോപുരത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളും ഇതില്ല. ഇത് ശരിക്കും അദ്ദേഹത്തിന്റെ ഏതാണ്ട് 60 വർഷത്തോളത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയ വിവിയാനി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഭാവനാ സൃഷ്ടിയാണ്. ഗലീലിയോ തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ട്. അതായത് ഒരേ തരത്തിലുള്ള വസ്തുക്കളിൽ ഭാരമുള്ളതും ഭാരമില്ലാത്ത ഒരേ സമയം താഴെയുള്ള രണ്ടും വരും എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പോളോ 15 സ്പോട്ട് ഡേവിഡ് മൂണിൽ പോയി കാണിച്ചിട്ടുണ്ട്. ഇതേ പരീക്ഷണം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിലും വിക്കിപീഡിയയിലൊക്കെ ലഭിക്കണം. പക്ഷെ ഗലീലിയോ അങ്ങനെ ചെയ്തതായിട്ട് തെളിവില്ല. ഇനി രണ്ടാം പറഞ്ഞ ന്യൂട്ടന്റെ കാര്യത്തിൽ നോക്കിയാൽ ന്യൂട്ടൻ പ്ലേഗിനെ പേടിച്ചുകൊണ്ടാണ് ഗ്രാമാന്തരങ്ങളിലും താമസിക്കുകയും ഈ സംഭവം ഉണ്ടായെന്ന് പറയും. ഡേവിഡ് ബൂസ്റ്റർ ന്യൂട്ടന്റെ ബയോഗ്രഫി അതിനകത്ത് ഇങ്ങനെ പരാമർശമില്ല. ന്യൂട്ടൻ മരിച്ചപ്പോൾ മക്കളെ വന്ന് വലിയ കോണ്ടിനെന്റിൽ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങളെല്ലാം പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനൊരു പരാമർശമില്ല. ഇനി ഇദ്ദേഹത്തിന്റെ കണ്ടംപററീസ് ഒരുപാട് പേര് അദ്ദേഹത്തെ കുറിച്ച് ചെയ്യുന്നുണ്ട്, അവിടെയും പരാമർശമില്ല. ന്യൂട്ടൻ കൃത്യമായിട്ട് ഈ സംഭവത്തെ കുറിച്ച് എവിടെയാണ് പരാമർശിക്കുന്നത്? ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതും ഒരു കഥയാണ്. ഈ രണ്ട് കഥകൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ സംഭവിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. ശാസ്ത്രം എങ്ങനെയാണ് കഥകൾ ഉപയോഗിക്കുന്നത്, മതം എങ്ങനെയാണ് കഥകൾ ഉപയോഗിക്കുന്നത്. അബ്രഹാമിനെ സ്വന്തം മകനെ ബലി കൊടുത്ത് ദൈവത്തിന്റെ പ്രീതി നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊരു കഥയായിട്ട് എടുത്തിട്ട് ആ കഥയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒട്ടകത്തിന്റെ കൈ തറക്കപ്പെടുന്നത് മതത്തിൽ നടക്കുമ്പോൾ, ശാസ്ത്രത്തിൽ നമ്മൾ ഈ കഥ ഉപയോഗിക്കുന്നത് ശാസ്ത്രത്തിന്റെ ഗഹനമായിട്ടുള്ള ഒരു വസ്തുത അതിനെ ലളിതവൽക്കരിക്കാനായിട്ട് ഇറ്റ് ഇസ് എ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്. ഈ കഥകൾ കൊണ്ട് ആർക്കും തന്നെ ഒരു നഷ്ടമില്ല. ഇറ്റ്സ് എ ഹാംലെസ് സ്റ്റോറി. ഈ കഥകൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കടിച്ചു തൂങ്ങുകയല്ല, മറിച്ച് ശാസ്ത്രം എപ്പോഴും കഥകൾ ഉപയോഗിക്കുന്നത് പഠിപ്പിക്കാനാണ്. ഇറ്റ് ഈസ് ഫോർ ഇൻസ്ട്രക്റ്റീവ് പേർപ്പസ്. മറിച്ച് കഥയുടെ ഒരു ആധികാരിക ശൈലി അല്ല നമ്മൾ പോകേണ്ടതുള്ളത്. അത് പലപ്പോഴും ഈ ശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യുന്നത് ഞാൻ അടുത്തിടെ കാണുകയുണ്ടായി. ഗലീലിയോ പീസാ ഗോപുരത്തിന്റെ മേളിൽ നിന്ന് ഈ ഇരുമുട്ടയും ഉണ്ടകളിട്ടെന്നുള്ളതിന് തെളിവുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് തെളിവുണ്ട്? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണമെന്നുള്ളതിന്റെ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഇവ ബ്രിട്ടനിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ആപ്പിള് മരം കൊണ്ടുണ്ടാക്കിയ കസേരകളും മേശകളും നിങ്ങൾക്ക് കാണാൻ കഴിയും.
ആ ആപ്പിളിന്റെ പേരമക്കൾ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുന്ന ആപ്പിൾ മരങ്ങളും അവിടെ ഇങ്ങനെ നട്ടു വളർത്തിയിരുന്നു. ഈ ശാസ്ത്രത്തിൽ നിങ്ങൾ പ്യൂരിറ്റി ഓഫ് സയൻസ്, ശുദ്ധശാസ്ത്രമാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അന്വേഷണം തീർച്ചയായിട്ടും ഇരുട്ടിനെ ഭയക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കും. പക്ഷെ വെളിച്ചത്തെ ഭയക്കുന്ന ഒരു മുതിർന്ന വ്യക്തി അല്ലെ ഒരു സെൻസുള്ള വ്യക്തി, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുക വളരെ You can excuse a child who fears darkness, but you can never excuse an adult who fears light. ശാസ്ത്ര ബോധത്തെക്കുറിച്ചും ശാസ്ത്രീയമായിട്ടുള്ള വെളിച്ചത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ഒരു പോയിന്റ് ഇതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടി സമയത്തിനുണ്ട്. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ശാസ്ത്ര പ്രചരണവും അവബോധവും നാസ്തികനായ ദൈവവും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റു കാര്യം, നമ്മൾ ഈ താത്വികമായിട്ടുള്ള ഒരു വല്ലാതെ ഒരു വഷളൻ മേഖലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. തൊട്ടു മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാതിരിക്കുക. അതായത് തർക്കശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ കുറച്ച് ഒരു ചെറിയ ന്യൂനപക്ഷ ആൾക്കാർക്ക് മാത്രം വ്യവഹരിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ഓരോരോ കാര്യങ്ങൾ പലപ്പോഴും തെർമോഡൈനാമിക്സും ക്വാണ്ടം ഫിസിക്സും ഒക്കെ ഒരു കാരണവുമില്ലാതെ ഇതിന്റെ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചും താത്വികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വലിച്ചഴിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അതായത് നമ്മൾ ഈ പോലീസുകാരെ ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുക എന്ന് പറയുന്നത് ആർക്കും കാണാൻ ചെയ്യാത്ത അവസ്ഥ. ആ സമയത്ത് മോഷ്ടിക്കുന്നവൻ മോഷ്ടിക്കും, അടിക്കേണ്ടവൻ അടിക്കും, പോകേണ്ടവൻ പോകും. ഇത്തരത്തിലുള്ള ഒരു ശ്രമം പലപ്പോഴും ശാസ്ത്രബോധമുള്ളവരും അതിലേക്ക് വീണു പോകാറുണ്ടെന്ന്. അപ്പോ ഗോഡല്യൂസിൽ തന്നെ ഇതേ കണക്കൊരു പരാമർശമുണ്ട്. അതായത് അഖില്ലസും ആമയും തമ്മിലുള്ള ഒരു ഓട്ട മത്സരത്തെ കുറിച്ച്. അഖില്ലസിലെ ഗ്രീക്ക് മിഥോളജിയിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരൻ. ആമ അറിയാം, ആമയെ കുറിച്ച് അധികം നിശ്ചയം ആവശ്യം. അഖില്ലസിന് എപ്പോഴും ആമയേക്കാൾ 10 ഇരട്ടി വേഗതയിൽ ഓടാൻ കഴിയും. അപ്പോൾ ഒരു ഓട്ട മത്സരം ഇവർ തമ്മിൽ നടക്കുക. ആമ തുടങ്ങുന്നത് 1000 മീറ്റർ മുന്നിൽ നിന്നാണ്. അഖില്ലസ് ഇവർ ഒരേ സമയത്ത് തുടങ്ങും. പക്ഷെ ആമ എപ്പോഴും 1000 മീറ്റർ മുന്നിൽ നിന്ന് തുടങ്ങും. അഖില്ലസ് ഓടി 1000 മീറ്റർ എത്തുമ്പോൾ ആമ 100 മീറ്ററുടെ മുന്നിലായി. അഖില്ലസ് ഈ 100 മീറ്റർ ഓടി എത്തുമ്പോഴത്തേക്കും ആമ പിന്നെ അവിടുന്ന് 10 മീറ്ററുടെ മുന്നോട്ട് വരും. അഖില്ലസ് വീണ്ടും ആ 10 മീറ്ററുടെ മുന്നോട്ട് ഓടി എത്തുമ്പോൾ ആമ പിന്നെ അവിടുന്ന് 1 മീറ്ററുടെ മുന്നോട്ട് വരും. അഖില്ലസ് വീണ്ടും ആ 1 മീറ്ററുടെ കവർ ചെയ്യുമ്പോൾ ആമ ആ 1 മീറ്ററുടെ 10-1 കവർ ചെയ്തിട്ടുണ്ട്. പിന്നെയും ചെല്ലുമ്പോൾ ആമ അതിന്റെ 100-1, 1000-1, 10,000-1, ലക്ഷത്തിലൊന്ന്, കോടിയിലൊന്ന്. ഒരിക്കലും അഖില്ലസിന് ആമയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഏതാണ്ട് 2000 വർഷം വലിയ വലിയ ചില റസലക്കത്തേക്ക് മുട്ടയിട്ട് പോയി ഈ ഒരു ആർഗ്യുമെന്റിന് മുന്നിൽ. ഈ ആർഗ്യുമെന്റ് അവതരിപ്പിച്ച് 2000 വർഷം ഇതിനെ ഞാൻ ഇന്റർനെറ്റിലൊക്കെ തിരക്കി നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സിറ്റീസുകൾ 1000കണക്കിന് പേജ് വെച്ചു. ഒരിക്കലും അഖിലത്തിന് ആമയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് സെനോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ തത്വചിന്തയിൽ പറഞ്ഞത്. ഇന്നവരെ ആർക്കും സാധിച്ചിട്ടില്ല സെനോ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. പക്ഷെ if you are using your common sense which is not so common, you can easily say that Achilles is going to win. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും മികച്ച ഓട്ടക്കാരനായ അഖിലസ് നിമിഷങ്ങൾ കൊണ്ട് ആമയെ തോൽപ്പിക്കുന്നു. പക്ഷെ നമ്മൾ താത്വികമായിട്ടുള്ള മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള പരിവേഷത്തിലൂടെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ന്യൂമറിക്കലായിട്ടോ മാത്തമെറ്റിക്കലായിട്ടോ സ്ഥാപിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകം ഇതല്ല. നമ്മൾ താത്വികമായിട്ടും വളരെ പ്യൂറായിട്ടുള്ള ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശരിക്കും നമുക്ക് നഗ്ന യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിക്കേണ്ടതായിട്ട് അത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ്. അതായത് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് പലപ്പോഴും ഏറ്റവും ശക്തമായ ആയുധമാണ്. റാഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പ്രൈമറി ഇമ്പോർട്ടൻസ്, അതായത് വി ആർ ബിലീവിംഗ് ഇൻ ട്യൂഷൻ മോർ ദാൻ ഇൻട്യൂഷൻ. ട്യൂഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇൻട്യൂഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് അല്ല. പലപ്പോഴും ഫിലോസഫി ഒറിജിനേറ്റ് ചെയ്യുന്ന ഇൻട്യൂഷൻ ലെവലിലാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമർത്ഥമായ എവിഡൻസിനെ അപകർഷിക്കാനും അപമാനിക്കാനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാൻ പാടില്ല. ഈ ചെറിയ 3 വസ്തുതകൾ പറയാനായിട്ടുള്ള സമയമുള്ളൂ. മാത്രമല്ല നിങ്ങളെല്ലാം രാവിലെ തൊട്ടേ ഇവിടെ വന്ന് ഇരിക്കുകയാണ്.
പിന്നെ സയൻസ് ഫെസ്റ്റിന്റെ ഭാരവാഹികളോട് ഒരു നിസ്സാര കാര്യം, നിങ്ങൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ സാധിക്കുമായിരുന്നില്ല. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ ഐ താങ്ക് ദ ഓർഗനൈസേഴ്സ് ആൻഡ് especially Mr. Jabbar, Mr. Vineetan and all my friends here. Thank you.